സ്വഹാബികളുടെ തൊട്ടടുത്ത തലമുറയായ താബികളുടെ കാലഘട്ടത്തിലാണ് കർമ്മശാസ്ത്രത്തിന്റെ ക്രോഡീകരണം നടന്നത്. ഇസ്ലാമിന്റെ വ്യാപനത്തോടെ നിരവധി സ്വഹാബികളും അവരുടെ ശിഷ്യരും അറേബ്യയുടെ പല ഭാഗങ്ങളിലും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനവുമായി കേന്ദ്രീകരിച്ചിരുന്നു. ശാഖാപരമായ മതവിധികളിൽ സ്വാഭാവികമായും അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വിധികളും നിർദ്ദേശങ്ങളും എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരുന്നില്ല എന്നതാണ് അഭിപ്രായാന്തരമുണ്ടാകാൻ ഒരു കാരണം. എല്ലാ അറിവും ഒരുപോലെ വ്യാപകമായി പ്രചരിപ്പിക്കാൻ സംവിധാനമുണ്ടായിരുന്നില്ല. അപ്പോൾ ആകാവുന്നിടത്തോളം പരിശ്രമിച്ച് കിട്ടിയ അറിവുകൾ മുന്നിൽ വെച്ച് പലർക്കും ഗവേഷണം നടത്തേണ്ടി വന്നു. അത്തരം ഘട്ടങ്ങളിൽ അധികവും സ്വഹാബിമാരുടെ ഇജ്തിഹാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിയോട് ഒത്തുവരാറാണ് പതിവ്. ചിലപ്പോൾ ഇജ്തിഹാദിനിടെ മറ്റാരിൽ നിന്നെങ്കിലും ഹദീസ് ലഭിച്ചാൽ അവർ ഇജ്തിഹാദ് ഉപേക്ഷിക്കും. ലഭിക്കുന്ന ഹദീസിന്റെ പ്രാമാണികത ബോധ്യം വരാതിരുന്നാൽ ഇജ്തിഹാദിനെ തന്നെ അവലംബിക്കുകയും ചെയ്യും. ഇതായിരുന്നു അവരുടെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടികൾക്ക് നേരിട്ട് സാക്ഷ്യം വഹിച്ച സ്വഹാബികൾ തന്നെ അതിനെ വ്യത്യസ്ത രീതിയിൽ മനസ്സിലാക്കിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ബനൂ ഖുറൈളയിലേക്ക് യുദ്ധത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾ പറഞ്ഞയച്ചപ്പോൾ അസ്ർ നിസ്കാരം അവിടെ ചെന്ന് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പോകുന്ന വഴിയിൽ വെച്ച് അസ്റിന്റെ സമയമായപ്പോൾ ഒരു സംഘം സ്വഹാബികൾ സമയമായാൽ നിസ്കരിക്കേണ്ടതില്ലേ, വക്തിൽ നിസ്കരിക്കേണ്ടതില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിസ്കരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു സംഘം പറഞ്ഞത് തിരുനബി അവിടെ എത്തിയിട്ട് നിസ്കരിക്കാനാണ് പറഞ്ഞത്. ഒരു സംഘം നിസ്കരിക്കുകയും ഒരു സംഘം നിസ്കരിക്കാതെ വേഗം പുറപ്പെടുകയുമാണ് ചെയ്തത്. പിന്നീട് തിരുനബിയോട് ഈ സംഭവം സ്വഹാബികൾ പറഞ്ഞപ്പോൾ രണ്ട് വിഭാഗം ചെയ്തതും ശരിയാണ് എന്നാണ് പറഞ്ഞത്. ഒരു വിഭാഗം പറഞ്ഞത് നേരത്തെ അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് തിരുനബി അങ്ങനെ പറഞ്ഞത്. മറ്റൊരു വിഭാഗം പറഞ്ഞത് തിരുനബി അവിടെ എത്തിയിട്ട് നിസ്കരിക്കാനാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് അവർ അവിടെ എത്തിയാണ് നിസ്കരിച്ചത്. രണ്ടും ശരിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അംഗീകാരം കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തികളെ കുറിച്ചുള്ള നിഗമനങ്ങളിൽ വന്ന വൈരുദ്ധ്യങ്ങൾ ഹദീസുകളുടെ ആശയം ഗ്രഹിക്കുന്നതിലുള്ള വ്യത്യാസങ്ങളും അഭിപ്രായാന്തരങ്ങളും ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട്. സ്വഹാബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഇത്തരം വീക്ഷണ വൈജാത്യങ്ങൾ കൂടുതൽ പ്രദേശങ്ങളിൽ ഇസ്ലാം പ്രചരിക്കുകയും കൂടുതൽ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുകയും ചെയ്ത താബിഈകളുടെ കാലഘട്ടത്തിൽ വ്യാപകമായി. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഓരോ പ്രദേശത്തെയും ജനങ്ങൾ ആ പ്രദേശത്തെ മഹാപണ്ഡിതന്മാരെ അവലംബിക്കാൻ നിർബന്ധിതരായി. സഈദ് ഇബ്നുൽ മുസയ്യബ്, സലീം ഇബ്നു അബ്ദില്ല, അവർക്ക് ശേഷം ഇമാം സുഹരി മദീനയിലും, അതാ ഇബ്നു അബി റബാഹ് മക്കയിലും, ഇബ്രാഹിം നഖഈ ശഅബി കൂഫയിലും, ഹസൻ ബസ്രി ബസ്രയിലും, ത്വാഇസ് ഇബ്നു കൈസാൻ യമനിലും, മക്ഹൂൽ സിറിയയിലും ജനങ്ങളുടെ അവലംബവും ഇമാമുകളുമായി. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖരുടെയും മദീനയിലെ ഖാദിമാരുടെയും ഫത്വകളെ അടിസ്ഥാനമാക്കി മതവിധികൾ ശേഖരിച്ച് കർമ്മശാസ്ത്ര ക്രോഡീകരണത്തിന് തുടക്കം കുറിച്ചത് സഈദ് ഇബ്നു മുസയ്യബ്, ഇബ്രാഹിം നഖഈ തുടങ്ങിയ മഹാന്മാരായിരുന്നു. സഈദ് ഇബ്നു മുസയ്യബ് മദീനയിലെയും ഇബ്രാഹിം നഖഈ കൂഫയിലെയും അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആധികാരിക വക്താക്കളായി മാറി. ഇവർക്ക് ശേഷം വന്ന തലമുറയിലാണ് ഇന്നറിയപ്പെടുന്ന 4 പ്രമുഖ മദ്ഹബുകളുടെ ഇമാംമാരുള്ളത്. തിരുനബി പറയുന്നു, യഹ്മിലു ആദൽ ഇൽമ മിൻ കുല്ലി ഖൽഫിൻ ഉദൂലുഹു, ഓരോ തലമുറയിൽ നിന്നും അവരിലെ നീതിമാന്മാർ ഈ വിജ്ഞാനത്തെ വഹിക്കുമെന്ന തിരുവചനം യാഥാർത്ഥ്യമാകും വിധം അവർ കഠിനാധ്വാനം ചെയ്ത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന് വ്യക്തമായ നിദാന തത്വങ്ങൾ ആവിഷ്കരിച്ചു. ശുചീകരണം, ആരാധനാ കർമ്മങ്ങൾ, വൈവാഹിക ബന്ധങ്ങൾ, അനന്തരാവകാശം, കുറ്റവും ശിക്ഷയും, സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങി ഫിഖ്ഹുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങളിലും അവർ മതവിധി ക്രോഡീകരിച്ചിട്ടുണ്ട്. അവരുടെ ഗുരുവര്യർ സ്വഹാബികളിൽ നിന്ന് ഇസ്ലാം പഠിച്ച അഗാധ പണ്ഡിതരും സൂക്ഷ്മാലുക്കളുമായിരുന്നതുകൊണ്ട് ഗുരുവര്യരുടെ ഗവേഷണങ്ങളെ പൂർണ്ണമായി അവലംബിച്ചുകൊണ്ടാണ് അവർ ഇജ്തിഹാദ് ചെയ്തത്. മദീനയിൽ ഇമാം മാലിക്കും മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ അബി ദിഅ്ബും, മക്കയിൽ ഇബ്നു ഉയൈനയും, കൂഫയിൽ ഇമാം
സവരിയും ബസ്രയിൽ റബീ ഇബ്നു സബീഹുമായിരുന്നു കർമ്മശാസ്ത്ര ക്രോഡീകരണം നടത്തിയിരുന്നത്. അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ എന്നിവരുടെയും അവരുടെ ശിഷ്യരായ സഈദ് ബിൻ മുസയ്യബ്, ഉർവത്ത് ബിൻ സുബൈർ, ഖാസിം ബിൻ മുഹമ്മദ്, അബൂബക്കർ ബിൻ അബ്ദുറഹ്മാൻ മഖ്സൂമി, ഖാരിജത്ത് ബിൻ സഅദ് ബിൻ സാബിത്ത്, ഉബൈദുല്ലാഹ് ബിൻ ഉത്ബ, സുലൈമാൻ ബിൻ യാസർ എന്നിവരുടെ നിർദ്ദേശങ്ങളും ഫത്വകളും അഭിപ്രായങ്ങളും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോളം ഹൃദ്യസ്ഥമാക്കിയവർ മറ്റാരും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സരണിക്ക് ഇസ്ലാമിക സമൂഹത്തിൽ വമ്പിച്ച അംഗീകാരം ലഭിച്ചു. سوف يأتي زمان يسافر فيه الناس لطلب العلم ويجتهدون فيه ولن يكون هناك أحد أعلم أو أفضل من عالم المدينة في ذلك الوقت. ജനങ്ങൾ വിജ്ഞാനം അന്വേഷിച്ച് സഞ്ചരിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം അടുത്തിരിക്കുന്നു. അന്ന് മദീനയിലെ പണ്ഡിതനേക്കാൾ ശ്രേഷ്ഠനും മഹാനുമായി ഒരാൾ ഉണ്ടായിരിക്കില്ലെന്ന നബിവചനം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിലൂടെ പുലർന്നതായി ഇബ്നു ഉയൈന, അബ്ദുർ റസാഖ് തുടങ്ങിയ പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുണ്ടോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്ന ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഗവേഷണ ഫലങ്ങളും നിവേദനങ്ങളും അദ്ദേഹത്തിന്റെ നിദാന തത്വങ്ങളും ആസ്പദമാക്കി ശിഷ്യന്മാർ നിർദ്ധാരണം ചെയ്തെടുത്ത മസ്അലകളും മാലിക്കി മദ്ഹബായി പ്രചരിച്ചു. മദീനയിൽ നിന്ന് വളരെ വിദൂരസ്ഥമായ മൊറോക്കോയിൽ വരെ ആ കർമ്മശാസ്ത്ര സരണി എത്തിയിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് തന്നെ കൂഫയിൽ കേന്ദ്രീകരിച്ചിരുന്ന ഇബ്രാഹിം നഖഇയുടെ സരണിയെ അവലംബിച്ചുകൊണ്ടാണ് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു തന്റെ ഗവേഷണ പഠനങ്ങളിൽ മുഴുകിയത്. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പ്രമുഖ ശിഷ്യനായ അബു യൂസുഫ് ഹാറൂൻ റഷീദിന്റെ ഭരണകാലത്ത് പ്രധാന ഖാദിയായിരുന്നു. അതിനാൽ ഇറാഖിലും ഖുറാസാനിലുമെല്ലാം ഹനഫി മദ്ഹബ് ഔദ്യോഗിക മദ്ഹബായി അംഗീകാരം നേടി. ഹിജ്റ 2-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ രംഗപ്രവേശം. തന്റെ മുൻഗാമികളുടെ ഗവേഷണ രീതിയെക്കുറിച്ച് അദ്ദേഹം കൂലങ്കഷമായി പഠനം നടത്തി. നിരവധി പണ്ഡിതന്മാർ പഠനങ്ങളിലും ഗവേഷണങ്ങളിലും വ്യാപൃതരാവുകയും അതിനായി യാത്രകൾ നടത്തുകയും ചെയ്തിരുന്നതുകൊണ്ട് മുമ്പ് അജ്ഞാതമായി കിടന്നിരുന്ന പല ഹദീസുകളും പുറത്തു വന്നു. പൂർവികർക്ക് കിട്ടിയതിനേക്കാൾ വലിയ വിജ്ഞാന ശേഖരമാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചത്. പക്ഷേ അതിൽ ദുർബലങ്ങളും അസത്യങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജോലി ശ്രമകരമായി. മക്കയിലും മദീനയിലും ഇറാഖിലും ഈജിപ്തിലുമെല്ലാം അദ്ദേഹം യാത്ര ചെയ്തു. ഒരു നിദാന ശാസ്ത്ര തത്വം അദ്ദേഹം രൂപീകരിച്ചു. ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായങ്ങൾ ലോകത്തെങ്ങും പ്രചരിക്കുകയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വൻ പ്രചാരം നേടുകയും ചെയ്തു. അവയ്ക്ക് വ്യാഖ്യാനങ്ങളും ഉപവ്യാഖ്യാനങ്ങളും ഉണ്ടായി. വിശുദ്ധ ഖുർആൻ, അതിന്റെ വ്യാഖ്യാനമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ, സ്വഹാബികളുടെ വിധി തീർപ്പുകൾ, പ്രമുഖ ഖാദിമാരുടെ ഫത്വകൾ, ഗുരുവര്യന്മാരുടെ അഭിപ്രായങ്ങൾ, ആ ഫത്വകളോടും വിധി തീർപ്പുകളോടും ആ കാലഘട്ടത്തിലെ മറ്റു പണ്ഡിതരുടെ പ്രതികരണങ്ങൾ എന്നിവയെല്ലാം വിലയിരുത്തിയാണ് ഖുർആൻ, ഹദീസ്, ഇജ്മാ എന്നിവയെ അടിസ്ഥാനമാക്കി ഈ ഇമാമുകൾ അവരുടെ സരണി വെട്ടിത്തെളിച്ചത്. ഒരു പുതിയ പ്രശ്നം ഉടലെടുക്കുമ്പോൾ ഖുർആൻ, സുന്നത്ത്, ഇജ്മാ അടിസ്ഥാനത്തിൽ വ്യക്തമായ തീർപ്പ് കിട്ടാതിരിക്കുകയും ചെയ്താൽ അതിനോട് സാമ്യമുള്ള പ്രശ്നങ്ങൾ ലഭിച്ച പണ്ഡിത വിധികളോട് അവർ ഖിയാസ് ചെയ്തു, അഥവാ താരതമ്യം ചെയ്തു മനസ്സിലാക്കി. അതിനവർക്ക് കൃത്യമായ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നിവ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളായി അഹ്ലുസുന്ന വൽ ജമാഅ അംഗീകരിച്ചു. ഹിജ്റ 3-ാം നൂറ്റാണ്ട് ഹദീസ് ശേഖരണത്തിന്റെ കാലഘട്ടമായിരുന്നു. ഹദീസ് ഒരു വലിയ വിജ്ഞാന ശാഖയായി അക്കാലത്ത് വികാസം പ്രാപിച്ചു. ഹദീസുകൾ കണ്ടെത്തുക, പരമ്പര പരിശോധിക്കുക, അതിന്റെ ഗുണമേന്മ നിർണയിക്കുക, അതിനു വേണ്ട നിദാന തത്വങ്ങൾ ആവിഷ്കരിക്കുക, ഹദീസ് മനഃപ്പാടമാക്കുക തുടങ്ങിയവക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ചില പണ്ഡിതർ അക്കാലത്തുണ്ടായി. അവരിൽ പ്രഥമ സ്ഥാനീയൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. 10 ലക്ഷത്തോളം ഹദീസുകൾ മഹാനവറുകൾ മനഃപ്പാടമാക്കിയിരുന്നു. അതിവിപുലമായ ഈ ഹദീസ് ശേഖരണത്തിന്റെ കൂടി സഹായത്തോടെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ തത്വങ്ങളെ അവലംബിച്ച് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു കർമ്മശാസ്ത്ര സരണി കണ്ടെത്തി. ഹംബലി മദ്ഹബായി അത് ലോകത്ത് അറിയപ്പെട്ടു. അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി
യഹ്യ ബിൻ സഈദ്, യസീദ് ബിൻ ഹാറൂൻ, അബൂബക്കർ ബിൻ അബീ ശൈബ, ഇസ്ഹാഖ് ബിൻ റാഹവഹി തുടങ്ങിയ നിരവധി മുഹദ്ദിസുകൾ അദ്ദേഹത്തിന് സമശീർഷകരായിട്ടുണ്ടായിരുന്നു. ഹദീസ് പരിജ്ഞാനികളും കർമ്മശാസ്ത്ര പടുക്കളുമായി നിരവധി സ്വതന്ത്ര ഗവേഷകരായ മുജ്തഹിദുകൾ അക്കാലങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും നാല് ഇമാമുകൾ മദ്ഹബുകൾ സ്ഥിരപ്രതിഷ്ഠ നേടി. 4 ഇമാമുകളുടെ മദ്ഹബുകൾ മാത്രമേ സ്ഥിരപ്രതിഷ്ഠ നേടിയുള്ളൂ. മറ്റുള്ളവരുടെ ഗവേഷണ ഫലങ്ങൾ പലതും പരിമിത വിഷയങ്ങളിൽ ഒതുങ്ങിപ്പോവുകയോ ശിഷ്യന്മാരാൽ ക്രോഡീകരിക്കപ്പെടാൻ അവസരം ലഭിക്കാതെ പോവുകയോ ചെയ്തതിനാൽ പിൽക്കാലത്ത് പ്രത്യേക മദ്ഹബുകളായി അവകൾക്ക് അംഗീകാരം ലഭിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഉടലെടുത്ത ഖവാരിജ്, മുഅ്തസില, ശീഅ, ഖദരിയ തുടങ്ങിയ വിഘടനവാദികളുടെ പിഴച്ച ഫത്വകളെ പ്രതിരോധിക്കാൻ അഹ്ലുസുന്ന വൽ ജമാഅക്ക് കരുത്തേകിയത് ഈ 4 മദ്ഹബുകളാണ്. പിൽക്കാല ഹദീസ് പണ്ഡിതന്മാരും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അത്രയും ഈ മദ്ഹബുകളിൽ ഒതുങ്ങി നിന്നാണ് പുതിയ പ്രശ്നങ്ങൾക്ക് മതവിധി കണ്ടെത്തിയത്. തങ്ങളുടെ മദ്ഹബിന്റെ ഇമാം ആവിഷ്കരിച്ച മാനദണ്ഡത്തെ അവലംബിച്ച് മസ്അലകൾ നിർദ്ധാരണം ചെയ്യുകയാണ് അവർ ചെയ്തത്. ഹിജ്റ 3-ാം നൂറ്റാണ്ട് അവസാനിച്ചതോടെ 4 മദ്ഹബുകൾ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അംഗീകൃത കർമ്മശാസ്ത്ര സരണിയായി മാറി. ഹനഫി മദ്ഹബിനാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരം. എന്നാൽ കേരളത്തിൽ ഷാഫിഈ മദ്ഹബാണ് പ്രചാരത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്തോനേഷ്യ, മലയ, ഫിലിപ്പീൻസ്, ഈജിപ്ത് എന്നീ നാടുകളിലും ഷാഫിഈ മദ്ഹബുകാരാണ് കൂടുതൽ. പശ്ചിമ അറേബ്യ, പശ്ചിമാഫ്രിക്ക എന്നിവിടങ്ങളിൽ മാലിക്കി മദ്ഹബിനാണ് സ്വീകാര്യത. സൗദി അറേബ്യയിലും അതുപോലെ തന്നെ ഖത്തറിലും ഹംബലി മദ്ഹബിന് കൂടുതൽ പ്രചാരമുണ്ട്. പഴയ തുർക്കി സാമ്രാജ്യത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഹനഫി മദ്ഹബാണ് കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത്, പ്രബലമായിട്ടുള്ളത്.